മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുജിയേട്ട കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച. സുജിയേട്ട കൽപ്പന ചേച്ചിയെ കണ്ടോ? ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിട്ട് ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലാന്തോട്ടംകാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം. ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രേണുവിനെതിരെ കുറേയധികം ആരോപണങ്ങളോ അതുപോലെ തന്നെ രേണുവിനെതിരെ കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത്രമാത്രം രേണുവിനെ ഹേറ്റ് ചെയ്യാനുണ്ടായ കാരണം അത് ഒരു ബിഷപ്പ് ഇതേ രീതിയിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അത്രമാത്രം എന്തോ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ കുറേയധികം പറയുന്നു, കുറേയധികം കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തനിക്ക് ഇതേ കണക്ക് ഭീഷണിയായിട്ടൊക്കെ. ഇതെല്ലാം കാരണം രേണുവാണ്. രേണുവിനും കുട്ടികൾക്കും താമസിക്കാൻ ഇത്തിരി സ്ഥലം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രേണുസുതി ഇതിൽ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും ഓൺലൈൻ മീഡിയാസിൻ്റെ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് രേണുവിനുണ്ട്. വീട്ടിൻ്റെ കാര്യങ്ങളും ചോർച്ചയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ മീഡിയയുടെ ഒരു വ്യക്തിയാണ് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ചോർച്ചയൊക്കെ ഉണ്ടോ ചേച്ചിയെന്ന്. ഇതൊക്കെ എങ്ങനെ ആ ഒരു വ്യക്തി അറിയുന്നു? ഇതെല്ലാം രേണു തന്നെയാണ് പറയുന്നതെന്ന് ഈ ഒരു ബിഷപ്പ് പറയുന്നുണ്ട്. ഇതിലൊക്കെ ചിലപ്പോൾ കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ വെളിയിൽ വന്നതിന് ശേഷം എല്ലാവരും മെയിനായിട്ട് സംസാരിച്ച ഒരു കാര്യം, ഒരു ബിഷപ്പ് ഇത് രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. വളരെ ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേ കണക്ക് രീതിയിൽ സംസാരിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. അതിപ്പം ദേഷ്യമോ ഒക്കെ കാണാം. പക്ഷേ അദ്ദേഹത്തിന് ഇതിന് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു മാനസികമായിട്ടൊക്കെ ഉള്ള ട്രെയിനിങ് കിട്ടിയിട്ട് തന്നെയല്ലേ അയക്കുന്നത്. അപ്പം ഇങ്ങനെ സംസാരിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഇദ്ദേഹത്തിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം ഒരു വ്യക്തിയെടുത്ത് ഒരു സാധാരണ മനുഷ്യൻ ദേഷ്യപ്പെടുന്നു, ഇദ്ദേഹത്തെ പോലുള്ള ഇവരൊക്കെ ദേഷ്യപ്പെടുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇദ്ദേഹത്തിനൊക്കെ അത്രയ്ക്ക് മാത്രം ട്രെയിനിങ്ങും അതും ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിട്ടാണ് ഇങ്ങനെ പെരുമാറിയത്. അതൊട്ടും ശരിയായില്ല എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻ്റായിട്ട് പറയുക.